5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ലെറ്റർ ടു ഗോഡ് എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ ബർത്ത്ഡേ ലെറ്റർ എന്ന ഭാഗത്തിലെ ആക്ടിവിറ്റീസും ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ എന്ന പോയവും പഠിക്കാം. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാ പ്രിയദർശിനിക്ക് അയച്ച ബർത്ത്ഡേ ലെറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ കുറച്ച് ആക്ടിവിറ്റികൾ ചെയ്തു നോക്കാം. ചെക്ക് ഹൗ വെൽ യു റെഡ്. ഹിയർ ആർ സം സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ഓൺ ദ ലെറ്റർ. Put a tick mark on the right column for the statement that are true. Mark the ones which are false. Correct the false statements and write them in the space given below the table. ആ പാഠത്തിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ ശരിയേത് തെറ്റേത് ട്രൂ ഓർ ഫോൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെഹ്റു വാസ് imprisoned for taking part in the freedom fight. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ട് നെഹ്റുവിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഈ പ്രസ്താവന ശരിയാണ്, ട്രൂ. ഇന്ദിര നെവർ ഗോട്ട് എനി പ്രസന്റ് ആസ് ഹെർ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇന്ദിരയ്ക്ക് പിറന്നാളിന് സമ്മാനങ്ങളൊന്നും കിട്ടാറില്ല. ഇന്ദിരയ്ക്ക് പിറന്നാളിന് സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട് എന്ന് ജവഹർലാൽ നെഹ്റു ആ കത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്, ഫോൾസ്. നെഹ്റു ഓൾവേസ് എൻജോയ്ഡ് അഡ്വൈസിങ് ഹിസ് ഡോട്ടർ. നെഹ്റു തൻ്റെ മകളെ ഉപദേശിക്കുന്നതിൽ എപ്പോഴും സന്തോഷിച്ചിരുന്നു. കത്തിൽ പറയുന്നുണ്ട് നെഹ്റുവിന് തൻ്റെ മകളെ ഉപദേശിക്കാൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്, false. Writing a letter is not equal to a discussion as the former is one-sided. ഒരു കത്തെഴുതുന്നത് ഒരിക്കലും ഒരു ചർച്ചയ്ക്ക് തുല്യമല്ല, കാരണം അത് ഏകപക്ഷീയമാണ്. ഈ പ്രസ്താവന ശരിയാണ്, ട്രൂ. In history, we don't read of great periods in the life of nations of great men and women. ചരിത്രത്തിൽ നമ്മൾ മഹത്തായ കാലഘട്ടങ്ങളെക്കുറിച്ചും മഹാന്മാരായ സ്ത്രീ പുരുഷന്മാരെക്കുറിച്ചും ഒന്നും വായിച്ചിട്ടില്ല. ഈ പ്രസ്താവന തെറ്റാണ് അല്ലേ? നമ്മൾ ചരിത്രത്തിൽ മഹാന്മാരായ സ്ത്രീ പുരുഷന്മാരെക്കുറിച്ചും മഹത്തായ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്, ഫോൾസ്. The desire to hide anything shows that you are brave. എന്തെങ്കിലും ഒരു കാര്യം ഒളിക്കാനുള്ള ആഗ്രഹം നിങ്ങൾ ധീരനാണ് എന്ന് കാണിക്കുന്നു. ഈ പ്രസ്താവന തെറ്റാണ്. നമ്മൾ ഭീരുവാകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ്. അണ്ടർ ബാപ്പുജീസ് ലീഡർഷിപ്പ് there is no scope for secrecy or hiding. ബാപ്പുജിയുടെ നേതൃത്വത്തിൽ രഹസ്യത്തിനോ ഒളിമറവുകൾക്കോ ഒന്നും സ്ഥാനമുണ്ടായിരുന്നില്ല. ഈ പ്രസ്താവന ശരിയാണ്, ട്രൂ. നെഹ്റു റോട്ട് എ ഷോർട്ട് ലെറ്റർ ടു ഇന്ദിര. നെഹ്റു ഒരു ചെറിയ ലെറ്ററാണ് ഇന്ദിരയ്ക്ക് എഴുതിയത്. അങ്ങനെയല്ല. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്, ഫോൾസ്. ഇനി നമുക്ക് ഇതിലെ തെറ്റായ പ്രസ്താവനകളെ ശരിയായി എഴുതി നോക്കാം. ഇന്ദിര നെവർ ഗോട്ട് എനി പ്രസന്റ് ആസ് ഹെർ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഫോൾസ്. ഓൺ ഹെർ ബർത്ത്ഡേ ഇന്ദിര ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിംഗ് പ്രസൻറ്റ്സ് ആൻഡ് ഗുഡ് വിഷസ്. നെഹ്റു ഓൾവേസ് എൻജോയ്ഡ് അഡ്വൈസിംഗ് ഹിസ് ഡോട്ടർ. ഫോൾസ്. Nehru never enjoyed sermonizing and doling out good advice. Nehru never enjoyed advising his daughter. In history, we don't read of great periods in the life of nations of great men and women. False. In history, we read of great periods in the life of nations
of great men and women. The desire to hide anything shows that you are brave. False. The desire to hide anything shows that you are afraid. Nehru wrote a short letter to Indira. False. Nehru wrote a very long letter to Indira. ഇനി ഈ കത്തിലെ കുറെ പ്രസ്താവനകൾ ചേരുംപടി ചേർക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് നോക്കാം. ദ മാജിക് ഓഫ് ബാപ്പുജീസ് മെസ്സേജ്. ഇതിനോട് ചേരുന്നത് ബി കോളത്തിൽ ഏതാണ്? ഹാസ് സ്റ്റോളൻ ദ ഹാർട്ട്സ് ഓഫ് മില്യൺസ് ഓഫ് മെൻ ആൻഡ് വിമൻ. അടുത്തത്, ജവഹർലാൽ നെഹ്റു സേസ് ദാറ്റ് ഇൻ അവർ ഫ്രീഡം മൂവ്മെന്റ് there is no room for secrecy or hiding. അടുത്തത്, when time comes, ordinary men and women become interested in a great cause. Jawaharlal Nehru dislikes sermonizing and doling out good advice. അടുത്തത്, according to Nehru, if we are to be India's soldiers of freedom, we have to respect India's honor. Great leaders can inspire people to do great deeds. അടുത്തതായി ഒരു പോയമാണ്. പോയത്തിൻ്റെ പേര് I wrote myself a letter. ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി. ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാർക്ക് തന്നെ ഒരു തമാശയായി തോന്നും അല്ലേ? നമുക്ക് കവിത വായിച്ചു നോക്കാം. I wrote myself a letter. I mailed it right away. And sure enough, the carrier delivered it today. ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി. ഉടനെ തന്നെ അയച്ചു. ഇന്ന് തന്നെ എനിക്കത് കിട്ടി. I couldn't wait to get it. I nearly had to shout. I quickly tore the envelope and pulled the letter out. എനിക്ക് കാത്തിരിക്കാൻ വയ്യായിരുന്നു. ഞാൻ ആർത്തു വിളിക്കുമെന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് ആ കവർ തുറന്ന് കത്ത് പുറത്തേക്കെടുത്തു. I anxiously unfolded it, but now I must concede I am clueless as to what it says. I haven't learned to read. ഞാൻ ആകാംക്ഷയോടെ അത് തുറന്നു നോക്കി. പക്ഷേ ഞാനൊരു കാര്യം സമ്മതിക്കാം, അതിലെന്താണുള്ളതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. വായിക്കാനറിയാതെ അദ്ദേഹം പിന്നെ എങ്ങനെ കത്തെഴുതി? കൂട്ടുകാർക്ക് ചിരി വരുന്നുണ്ടോ? നല്ല തമാശ തന്നെ അല്ലേ? Who is the speaker in this poem? The poet is the speaker in this poem. Usually, one does not write a letter to oneself. What made the poet write a letter to himself? No one has ever written a letter to him. So, he wrote a letter to himself. Which line in the poem shows that the poet is impatient to read the letter? I quickly tore the envelope and pulled the letter out. Why could not the poet read his own letter? The poet haven't learned to read. മറ്റൊരു ആക്ടിവിറ്റി നോക്കാം. ഇവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും അത് ഏതൊക്കെ ജോലികളാണെന്ന് കണ്ടെത്തി എഴുതാം. ലോയർ, ഡോക്ടർ, റൈറ്റർ, ഫയർ ഫൈറ്റർ. ടീച്ചർ, ആർട്ടിസ്റ്റ്, ഡെന്റിസ്റ്റ്, ഹെയർ ഡ്രസ്സർ, ആസ്ട്രോനട്ട്, പോലീസ് വുമൺ, ലൈഫ് ഗാർഡ്, പോസ്റ്റ്മാൻ. carpenter, waiter, chef, pilot, actor, mechanic, musician,
നഴ്സ്. ഈ ജോലികളെല്ലാം അവരുടെ വേഷവും ജോലി ചെയ്യുന്ന രീതിയുമൊക്കെ കണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്, അല്ലേ? അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കാം. വി നീഡ് ഹെൽപ്പ് ഫ്രം അതർ പീപ്പിൾ ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻസ്. പല അവസരങ്ങളിലും നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്നു. ഹൂ വിൽ യു അപ്രോച്ച് ഓൺ ദ ഫോളോയിങ് ഒക്കേഷൻസ്? അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആരുടെ അടുത്താണ് പോവുക? നമുക്ക് നോക്കാം. യു വാണ്ട് ടു മേക്ക് എ ടേബിൾ. നിങ്ങൾക്ക് ഒരു മേശ ഉണ്ടാക്കണം. നിങ്ങൾ ആരുടെ അടുത്താണ് പോവുക? കാർപ്പൻറ്റർ. യു വാണ്ട് ടു ഗെറ്റ് യുവർ ഹെയർ കട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മുടി വെട്ടണം. ആരുടെ അടുത്ത് പോകും? ഹെയർ ഡ്രസ്സർ. യു വാണ്ട് ടു പെയിൻറ് യുവർ ഹൗസ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പെയിൻ്റ് അടിക്കണം. നമ്മൾ ആരോടാണ് പറയുക? പെയിൻറ്റർ. വെൻ യു ആർ ഇൽ. നമുക്കൊരു അസുഖം വന്നു. നമ്മൾ ആരെ പോയി കാണും? ഡോക്ടർ. വെൻ എ തീഫ് ബ്രേക്സ് ഇൻ ടു യുവർ ഹൗസ്. ഒരു കള്ളൻ നമ്മുടെ വീടിനകത്ത് കയറി. നമ്മൾ ആരോട് ചെന്ന് പറയും? പോലീസ്. വെൻ എ ഫയർ ബ്രേക്സ് ഔട്ട്. പെട്ടെന്ന് ഒരു തീപിടുത്തമുണ്ടായി. ആരോട് പറയും? ഫയർ ഫൈറ്റർ. വെൻ യുവർ ബൈസിക്കിൾ നീഡ്സ് റിപ്പയർ. നിങ്ങളുടെ സൈക്കിളിന് ഒരു റിപ്പയർ ആവശ്യമുണ്ട്. ആരെ ചെന്ന് കാണും? മെക്കാനിക്. യു വാണ്ട് ടു ചേഞ്ച് എ വാട്ടർ ടാപ്പ്. നിങ്ങളുടെ വാട്ടർ ടാപ്പ് ഒന്ന് മാറ്റണം. ആരെ വിളിച്ചു പറയും? പ്ലംബർ. ബർത്ത്ഡേ ലെറ്ററിലെ ആക്ടിവിറ്റീസും ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ എന്ന പോയവും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.